ഞാൻ ലിൻസ ജോർജ് ഇരിഞ്ഞാലക്കുടയാണ്. 22 വർഷമായിട്ട് ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്. 5 വർഷമായിട്ട് ഞാൻ ഡോക്ടർ നദീരയുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇവിടെ ഡോക്ടറെ അടുത്ത് വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ പേഷ്യൻറ്റിനെയും ഡോക്ടർ പിന്നെ അത് സ്വന്തം ഫ്രണ്ടായിട്ട് ആ ഒരു ഫാമിലി ഇതിലേക്ക് എടുക്കും. അത് ഒത്തിരി എന്താ പറയുക, ഓരോ പേഷ്യൻറ്റും ഡോക്ടറെ അടുത്ത് വരുമ്പോഴേ നമുക്ക് അവരുടെ ആ ഒരു അപ്രോച്ച് തന്നെ നമ്മളെ പകുതി അസുഖം കുറയ്ക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ ഡയബറ്റിക്കിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് അവയർനെസ് പേഷ്യൻറ്റിന് മാത്രമല്ല, ആ ഫാമിലിയിലേക്കും കൂടിയും ആ അവയർനെസ് കടന്നു ചെല്ലണം. ഇപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഷുഗർ ഉണ്ട്, അവൾക്ക് ഷുഗറാണ്, അല്ലെങ്കിൽ ഡയബറ്റിക്കാ, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വിട്ടിട്ട് ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ പല വീടുകളിലും, എല്ലായിടത്തുനിന്നും അല്ല പറയണേ, പക്ഷെ ഒരു നല്ലൊരു ശതമാനം വീടുകളിലും പ്രത്യേകിച്ച് ലേഡീസിന് ആ ഒരു അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിലോ ശ്രദ്ധിക്കണം. വീട്ടിലെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേറെ ചെയ്യാനായിട്ടുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഴിച്ചു പോവാം. അതല്ല, നമ്മുടെ മക്കളായാലും ഹസ്ബൻഡ് ആയാലും വീട്ടിലുള്ളവരായാലും ആ ഒരു കൺസിഡറേഷൻ, അവരൊരു എക്സസൈസ് ചെയ്യുന്നതിനോ അതിനൊരു സമയം കൊടുക്കാനും ഒരു കരുതൽ കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അവയർനെസ് ആണ് വീട്ടിലുള്ളവർക്ക് കൂടുതൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുക. പിന്നെ മില്ലറ്റ്സ് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഇലക്കറികൾ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ എക്സസൈസ്, അത് ഒന്നും പറ്റി യോഗ, അതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് നടക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക. പിന്നെ എപ്പോഴും മനസ്സ് ഹാപ്പി ആയിട്ട്, നമ്മൾക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല, ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ, ചെടികളാവട്ടെ, അല്ലെങ്കിൽ വീട് ക്ലീനിങ് ആവട്ടെ, ഡെക്കോ ആവട്ടെ, തയ്യലോ വായനയോ, അങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ഉല്ലാസം തരുന്ന, സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക്. ഞാൻ എപ്പോഴും പറയും, വീടുകളിലുള്ള സ്ത്രീകൾക്ക്, പല വീടുകളും ഇപ്പോൾ പക്ഷെ ഒരുപാട് മാറ്റങ്ങളായി തുടങ്ങി, എന്നാലും ആദ്യകാലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വീടുകളിലുള്ള സ്ത്രീകൾക്ക് സാധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഒരു സമയം സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ആക്കിയാൽ നമ്മുടെ ഡയബറ്റിക്കിനെയും കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് നന്നാക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോ ആളുകളിലേക്കും കടത്തിവിടാനായിട്ട് ഈ ഡോക്ടർ നദീറയുടെ ഈ ഒരു പുതിയ സംരംഭത്തിന് സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും.